ജമ്മുകശ്മീർ അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചയാളെ സൈന്യം വധിച്ചു. BSF ആണ് ഇയാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കത്തുയിലാണ് സംഭവം. 5 പേരടങ്ങിയ ഭീകര സംഘമാണ് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചതെന്നാണ് സംശയം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത്, എന്താണ് നിലവിലെ സാഹചര്യം? ജമ്മു കാശ്മീരിൽ തുടർച്ചയായി ഭീകരർക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോൾ ശക്തമാക്കുകയാണ് സൈന്യം. അതോടൊപ്പം അർദ്ധസൈനിക വിഭാഗങ്ങളും ഇപ്പോൾ ഇതിൽ ചേർന്നിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരിൽ ഒരാളെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. ബാക്കി 4 പേർ, 4-5 പേർ ഉണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. അവർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യവും ഇപ്പോൾ BSF വ്യക്തമാക്കുന്നു. കത്വ ഭാഗത്താണ് ഈ ഏറ്റുമുട്ടൽ നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓപ്പറേഷൻ അഖലിന്റെ ഭാഗമായി ഏറ്റുമുട്ടൽ രൂക്ഷമായി നടന്നിരുന്നു. 2 സൈനികർക്ക് വീരമൃത്യു സംഭവിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ 5-ലധികം ഭീകരരെ വധിച്ചതുമാണ് ഈ ഓപ്പറേഷൻ അഖലിന്റെ ഭാഗമായി. ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളതാണ് ഈ വാർത്തകളിലൂടെ വ്യക്തമാകുന്നത്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ അഖൽ പുരോഗമിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഈ ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായ മേഖലയിൽ മറ്റ് ഭീകരർക്കായുള്ള തെരച്ചിൽ കൂടി ഇപ്പോൾ പുരോഗമിക്കുകയല്ലേ? തീർച്ചയായും BSFന്റെ നേതൃത്വത്തിൽ അതിർത്തി മേഖലയിൽ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഈ നുഴഞ്ഞുകയറ്റ ശ്രമം, പാക് ഭീകരരുടെ ഭാഗത്തുനിന്നും നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാകും എന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്രോളിംഗ് ശക്തമാക്കിയത്. അതിനിടയിലാണ് ഈ കത്വ ഭാഗത്ത് ഈ ഭീകരരെ 5 പേരുണ്ട് എന്നുള്ളതാണ് BSF പറയുന്നത്. അതിൽ ഒരാളെ കൊലപ്പെടുത്തി, ബാക്കിയുള്ളവർ പാക് ഭാഗത്തേക്ക് തന്നെ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് BSF വ്യക്തമാക്കുന്നത്. തുടർച്ചയായി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടാകുന്ന പ്രദേശം കൂടിയാണ് ഈ കത്വ ഉൾപ്പെടുന്ന ഭാഗം. പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാമിൻ സംഭവത്തിന് ശേഷം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ ഭാഗത്ത് സൈന്യവും അർദ്ധസൈനിക വിഭാഗവും ഒരു വിട്ടുവീഴ്ചയും ഇതുവരെയും നടത്തിയിട്ടില്ല. പൂർണ്ണമായ പരിശോധന എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.